അപ്പോൾ ഗെയ്സ് നമ്മൾ കണ്ട വാഗമണ്ണ് വന്നിരിക്കുകയാണ് കേട്ടോ. വാഗമണ്ണ് ഷെമിയുണ്ട്, പിന്നെ ഷെമിയുടെ അനിയത്തിയുണ്ട്, അനിയത്തിയുടെ ഭർത്താവും ഉണ്ട്. അങ്ങനെ നമ്മൾ വാഗമണ്ണിലോട്ട് വന്നേ. അപ്പോൾ ആ പൈൻ വാലിലോട്ടാണ് നമ്മൾ ആദ്യം കയറിയത്. ഇപ്പം നല്ല പൈനാപ്പിൾ മുളക് കേട്ടേക്ക് നമ്മുടെ മാസ്റ്റർ പീസ് ആണല്ലോ. അത് നമുക്ക് കാണാം. അതുകൊണ്ട് അവരൊക്കെ കണ്ട് നടന്ന് പോയിക്കൊണ്ടിരിക്കുക. ഷെമി എല്ലാവരും അലീനൊക്കെ കണ്ട ഫ്രണ്ട്, അത് ഷെമിയുടെ അനിയത്തിയുടെ ഭർത്താവാണ് നിജിൻ, അലീന. ഞങ്ങളെല്ലാവരും കൂടെ ആയിരുന്നു പ്രാവശ്യം വന്നത്. ഇവിടെയൊക്കെ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് കേട്ടോ കടകൾ. ചോക്ലേറ്റ് ആയാലും തേയില ആയാലും ഇഷ്ടംപോലെ ബാഗ്, അങ്ങനെ ഇഷ്ടംപോലെ സാധനങ്ങൾ കടകളാണ് കേട്ടോ ഈ സൈഡിലെല്ലാം. എന്നുവെച്ചാൽ പൈൻവാലി വരുന്നവർക്കെല്ലാം അറിയാം ഇവിടെ വാഗമണിലൊക്കെ വന്നിട്ടുള്ളത്. നമ്മൾ ഓരോ ടൂറിസ്റ്റ് പ്ലേസിൽ പോകുമ്പോഴും ഇഷ്ടംപോലെ സാധനങ്ങളില്ലേ ഓരോ സ്ഥലത്തായിട്ട്. പിന്നെ ഇവിടുന്ന് കുറച്ചകത്തോട്ട് നടന്ന് കുറച്ചകത്തോട്ട് ചെന്ന് കഴിയുമ്പോഴാട്ടോ പൈൻവാലിലോട്ട് കയറും നമ്മൾ. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. നല്ല വെയിലുണ്ട് കേട്ടോ, തണുപ്പില്ല. കാരണം വെച്ചാൽ ഒരു 11:30-12 മണി കണ്ടായി, അതൊക്കെ വെയിലായി, തണുപ്പില്ല. ഇവിടെ ഇഷ്ടംപോലെ കടലാട്ടെ. ഇതെന്താ തേയില സാധനങ്ങൾ, പാവക്കുട്ടികൾ, അങ്ങനെ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് കേട്ടോ. ഇതുണ്ടോ ഷെമിയൊക്കെ ഒരേ കടകളും കുറേ നോക്കി വരുക. ഇതുണ്ടോ ചോക്ലേറ്റ്, തേയില, ബാഗ്, അങ്ങനെയുള്ള എല്ലാം ഉണ്ട് കേട്ടോ. ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് ഇവിടെ. അടിപൊളി കേട്ടോ. ഞാനിപ്പോൾ 3ാമത്തെ തവണ ഇവിടെ വരുന്നത് വാഗമണ്. 2 തവണ വന്നിട്ടുണ്ട് കേട്ടോ. ഒരു വട്ടം ഞങ്ങൾ ഇത്താട് കൂടെയൊക്കെയും പിന്നെ ഞങ്ങളുടെ ബിനോയും അശ്വതി, അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഒരു വട്ടം. ഇതിപ്പോൾ 3ാമത്തെ തവണയായിരുന്നു. ഇവർ വീട്ടിലോട്ട് വന്നായിരുന്നു, അന്നേരം അവരുമായിട്ട് വന്നേ. തിരക്കുണ്ട് കേട്ടോ. ബുധനാഴ്ച ദിവസമായിട്ട് വലിയ തിരക്കില്ല, എന്നാലും അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ നടന്നാണ്ട് എത്താറായിട്ട് പൈൻവാലിക്കകത്ത് ഫ്രണ്ടിലെത്തി കേട്ടോ. ഒരു ചെറിയൊരു എമൗണ്ട് ടിക്കറ്റ് എടുക്കാനുണ്ട്. 30 രൂപ ആണെന്ന് തോന്നുന്നു. 30 രൂപ കണ്ടേ. കുട്ടികൾക്കൊക്കെ 15 രൂപയും കേട്ടോ. എത്തിയിരിക്കാൻ കേട്ടോ. കുട്ടികൾക്ക് 15, മുതിർന്നവർക്ക് 30. അതുകൊണ്ട് പൈൻവാലിയുടെ ഫ്രണ്ട് നമ്മൾ സ്റ്റാർട്ടിങ് കയറുക. അതുകൊണ്ട് ഇതൊക്കെ ഫോട്ടോ എടുത്ത് ഫ്രെയിം ചെയ്ത് കൊടുക്കുന്നു. കൊള്ളാം കേട്ടോ, അടിപൊളി. ഇവിടെയൊക്കെ നല്ല പൈൻവാലിയോട്ട് നല്ല തണുപ്പുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഈ തറയോടുണ്ടല്ലോ, ഈ തറയോട് ഇപ്പോൾ നടന്നു പോകുന്നു. ഇതൊക്കെ കണ്ട് ഞാനിപ്പോൾ വരുമ്പോൾ, കഴിഞ്ഞ 2 പ്രാവശ്യം വരുമ്പോഴേ ഇതില്ലായിരുന്നു. ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. അത് സ്റ്റീലിൻ്റെ കൈവരി, അങ്ങനെ ഇഷ്ടംപോലെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. കൊള്ളാം കേട്ടോ സംഭവം. കൊള്ളാം കേട്ടോ. ഇവിടെ ഒരുപാട് ഇന്നൊന്നും വന്നു കേട്ടോ. അത് എല്ലാം ക്ലീൻ ചെയ്ത് ഫുള്ള് നടന്നു പോകുന്ന സ്ഥലമെല്ലാം ഇൻ്റർലോക്ക് ചെയ്ത് സെറ്റപ്പ് ആക്കി കേട്ടോ. ഒരുപാട് മാറ്റമുണ്ട് കേട്ടോ. മറ്റേ അന്ന് വരുമ്പോൾ വേറൊരു സൈസിൽ പാറ ടൈപ്പായിരുന്നു നടന്നു വരുന്നത്. ചിലർക്കൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഇപ്പം കൊള്ളാം, ക്ലീനിങ്ങിനൊക്കെ എല്ലാം കൊള്ളാം. പിന്നെ അതിൽ ബാത്റൂം വന്നിട്ടുണ്ട് കേട്ടോ. അന്നില്ലായിരുന്നു, അന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ. ബാത്റൂം അന്ന് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. പിന്നീട് വന്നതാണെന്ന് തോന്നുന്നുണ്ട്. ഞാൻ വന്നിട്ട് 2 വർഷത്തിന് മേളിലായി. പിന്നെ കൊള്ളാം കേട്ടോ മൊത്തത്തിൽ. കണ്ടില്ലേ ദാണ്ട അവർ കണ്ടാണ് നടന്ന് പെതിയെ വരുക. എന്തുകൂടി ശരി തിന്നുന്ന മാങ്ങായ, ഉപ്പിലിട്ട മാങ്ങ തോന്നുന്നു. ആഹാ കൊള്ളാം കേട്ടോ, അടിപൊളി. ഇവിടെയൊക്കെ വന്നാലും എല്ലാ പ്രാവശ്യം വരുമ്പോൾ വന്ന് കയറി 2-3 ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വരാനൊക്കെ എപ്പോൾ വന്നാലും നമുക്ക് തോന്നും കേട്ടോ. പക്ഷേ അന്ന് ഞാനൊക്കെ ഇറങ്ങി കിടന്ന് അവരുടെ കൂടെ കിടന്ന സ്ഥലങ്ങൾ കാണുമോ. എന്നിട്ട് കൊള്ളാം കേസ് കേട്ടോ, അടിപൊളി. പൈൻവാലിയിൽ അവരെന്തോ കേട്ടോ ഫുള്ള് തണുപ്പ്. ഇവിടെ നല്ല തണുപ്പുണ്ട് കേട്ടോ. പക്ഷെ പുറത്തല്ല വെയിലും കേട്ടോ. ഇവിടെ സ്കൂൾ പിള്ളേരും എല്ലാം അത്യാവശ്യം തിരക്കേ ഉള്ളൂ ബുധനാഴ്ച ദിവസം കേട്ടോ. ഞായറാഴ്ച ഒക്കെ നല്ല തിരക്കാണ് കേട്ടോ. കൊള്ളാം കേസ്. താണ്ട് 2-3 ബസ് വന്നാണ്ട് പിള്ളേരൊക്കെ അങ്ങ് വന്നപ്പോഴാണ് പെട്ടെന്ന് ആളായത്. അതുവരെ ആളൊക്കെ കുറവായിരുന്നു ബുധനാഴ്ച ദിവസം ആയതുകൊണ്ട്. സ്കൂളിലെ പിള്ളേർ 2-3 ബസ്സിൽ വന്നായിരുന്നു. ഇതൊരു ബസ്സിലും പിന്നെ അകത്ത് വേറെ ബസ്സിലൊക്കെ പിള്ളേർ വന്നായിരുന്നു കേട്ടോ.
ഗെയ്സ് അങ്ങനെ പൈൻ വാലിയിൽ നിന്ന് യാത്ര പറയാനായിട്ട് ഇവിടെയൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ പോകും. തിരക്ക് വലിയ തിരക്കില്ല കേട്ടോ, അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. ഇടയ്ക്ക് 2 ബസ്സൊക്കെ വന്നപ്പോൾ ബുധനാഴ്ച ഇല്ല, ബുധനാഴ്ച അങ്ങനെ വലിയ തിരക്കൊന്നുമില്ല. എൻ്റെ ഷെമിയൊക്കെ അവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുക്കുക അവരുമായിട്ട്. പക്ഷെ കൊള്ളാം കേട്ടോ, നല്ല തണുപ്പുണ്ട് കേട്ടോ വന്നപ്പോൾ, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓക്കെ, പൈൻ വാലിയിൽ നമ്മൾ പോവാം. ബായ്.